ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു പിസ്സ റെസിപ്പി കണ്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, എന്നാലേ പിസ്സ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയാലും ഇൻസ്റ്റൻ്റ് അല്ലാത്തതായാലും എങ്ങനെയായാലും നമുക്കത് ആദ്യം ഫെർമെൻ്റ് ആക്കി വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതൊരു 1.5 ടീസ്പൂണും അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈസ്റ്റ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. അപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാരയും നമ്മൾ ഒരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്, അതിനുള്ള അളവാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ചെറു ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് ചെറു ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലിന് പകരം നിങ്ങൾക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പാലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അത് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വെക്കാം. നമ്മുടെ ടെമ്പറേച്ചറിനനുസരിച്ചാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള ഏരിയയിലേക്കാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ അതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് ഫെർമെൻ്റ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പിസ്സയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്ന പാലായാലും വെള്ളമായാലും ഓവർ ചൂടാവാൻ പാടില്ല. ഓവർ ചൂടായാലും ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഒരു തൊട്ടാൽ പൊള്ളാത്ത രീതിയിൽ ചെറിയ ചൂട് അത്രയും മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിസ്സയുടെ മെയിൻ അതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ഈ ഒരു ഒറിഗാനോയുടെ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒറിഗാനോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കൈവച്ചിട്ടൊന്നിങ്ങനെ ഇതാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആ ഒരു ബാറ്ററിലേക്ക് ആ ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 15 മിനിറ്റിന് ശേഷമായിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. നല്ലതായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദ നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ടോട്ടൽ 1.5 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പിസ്സയിലേക്കുള്ള അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ടോട്ടൽ 1.5 കപ്പാണ്. അതിൻ്റെ ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒരു ടീസ്പൂണൊക്കെ ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് തൂവിയിട്ട് അതിൽ സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുക്കാം. ഇങ്ങനെ വലിച്ച് കുഴച്ചെടുക്കുക, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പിസ്സയുടെ ആ ഒരു ബേസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ച് ഒരു 10 മിനിറ്റോളം നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ 10 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഓക്കെ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുത്തിട്ട് ഒരു ബോളാക്കിയിട്ട് ആ സെയിം ബോളിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് അടച്ചു വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിങ് ഫിലിം വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് 2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചാണ് പൊങ്ങാനെടുക്കുന്നത്. നല്ല ചൂടുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അത് സാവധാനം തണുപ്പുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ സാവധാനം പൊങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക, ഡബിളായിട്ട് വരുന്നവരെ അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ട്, അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു അളവ് 2 പിസ്സയിലേക്കുള്ള സോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ ആണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അഥവാ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തു, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും, പിന്നെ ഇതുപോലെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടല്ല, ആ ഭാഗം മാത്രം, തൊലി കളയാൻ ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ല 2 പിസ്സയിലേക്കുള്ള സോസാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ സവാളയാണെന്നുണ്ടെങ്കിൽ 1ൻ്റെ പകുതി മതി, തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 മതി, അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണമൊക്കെ മതിയാവും. പിന്നെ ഇതൊരു 1/4 ഭാഗം, ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്തിട്ട് അതിലേക്ക് ഇതുപോലെ വഴറ്റി. അപ്പോൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു വെളുത്തുള്ളി അതിലിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഈ ഒരു സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്.
അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും, ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കട്ടെ. പിസ്സ സോസ് ചെറിയൊരു മധുരവും എരിവും ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ തക്കാളിയുടെ ഒക്കെ ഒരു കളറൊന്ന് ചേഞ്ച് ആവും, പിന്നെ അതുപോലെ തന്നെ ഒന്ന് വറ്റി വരികയും ചെയ്യും. ആ ഒരു പരുവാവുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ വടിക്കുന്ന സമയത്ത് അത് ഒരു ഭാഗത്ത് നിന്ന് വിട്ടിങ്ങനെ പോരുന്ന ആ ഒരു പരുവം വരെയാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ചിക്കന് ഞാനിതാ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കട്ടെ, മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി എടുത്താൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്, ഞാൻ ഇത്രയും ചേർക്കുന്നില്ല, കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചിട്ടൊക്കെ എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്, പിസ്സ ബേക്ക് ചെയ്യുന്ന പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഓയിൽ തന്നെ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു ഡോ എടുത്തിട്ട് ഈ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് എന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും പ്രസ് ചെയ്ത് ഒരുപോലെ ആക്കിയെടുക്കുക. ഈ എല്ലാ എഡ്ജസൊക്കെ കുറച്ച് കട്ടിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ചുറ്റും റൗണ്ടിൽ എഡ്ജസ് കുറച്ച് കട്ടിയിൽ, നടുഭാഗമൊക്കെ എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാനിന് കറക്റ്റായിട്ട് ഞാനത് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മൊത്തത്തിൽ ഇതുപോലെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനാണ് അപ്പോൾ ഇങ്ങനെ ഫോർക്ക് ഇട്ടിട്ട് ഹോൾസ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്ക് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ബേക്കിംഗ് മോഡിലാണ് ചെയ്തെടുക്കുന്നത്. അടിഭാഗം കോയിൽ ഹീറ്റാകുന്ന രീതിയിലുള്ള മോഡിൽ, കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മോഡിൽ തന്നെയാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് പ്രീ ഹീറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയതിനു ശേഷം മാത്രം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓവണിലാണ് ചെയ്യും. മുന്നേ ദിവസം ഞാൻ പാനിൽ ചെയ്തിട്ടുണ്ട് ഇതേ സെയിം റെസിപ്പി തന്നെ. അത് വേണമെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. കുറേ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മൊസറില്ല ചീസ്, പിസ്സ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മൊസറില്ല ചീസ് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീസ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിന്, ഒരുപാട് ചീസായിട്ട് നല്ല നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം വലിഞ്ഞിട്ട് വരും. അപ്പോൾ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഒലീവ്സ് ആണെങ്കിൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഗ്രീൻ ഒലീവ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല മുറിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ്. അതിൻ്റെ മുകളിൽ ഒറിഗാനോ കൂടെ ചേർത്താൽ ഒന്നുകൂടെ നല്ല ഫ്ലേവർഫുൾ ആവും. അപ്പോൾ ഞാനിത് ഓവണിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓവൺ നല്ല 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഓവണിലേക്ക് വെച്ച് കൊടുക്കാം.
ഇത് ഒരു 15 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇത് ബേക്കായി വരും കേട്ടോ. അപ്പോൾ 160 ഡിഗ്രിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം പാനിലാണെങ്കിലും ഏകദേശം ഈ ഒരു സമയം തന്നെയാണ്. ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടൊക്കെ ചൂടോടെ കൂടെ കട്ട് ചെയ്യുമ്പോഴാണ് ആ ചീസി ആയിട്ട് നമുക്ക് കിട്ടുക. തണുത്ത് പോയാൽ അത്ര ചീസി ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിൽ നിന്ന് മാറ്റിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ട് നല്ല സോഫ്റ്റ് ബ്രെഡ് പോലെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു പിസ്സ. അപ്പം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മുന്നേ ഇതേപോലെ പാനിൽ ഇറക്കി വെച്ചിട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കി നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ. അപ്പോൾ ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിം റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.